നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കസ്റ്റഡി മർദ്ദനം. കുറ്റക്കാരായ 5 പോലീസുകാരെയും സർവീസിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി PV മോഹനൻ. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ കാണിപ്പയൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുജിത്തിനെ പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുന്ന ക്രൂര ദൃശ്യം കണ്ട് ഞെട്ടിയെന്നും സുജിത്തിനെ കോൺഗ്രസ് ചേർത്തുപിടിക്കുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക സ്വദേശിയായ PV മോഹനൻ കർണാടകയിൽ നിന്നാണ് സുജിത്തിനെ കാണാനായി എത്തിയത്. നേതാക്കളായ വർഗീസ് ചൊവ്വന്നൂർ, അഡ്വക്കേറ്റ് CB രാജീവ്, PL തോമസ്, AM നിതീഷ് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ബസ്സിന് തീപിടിക്കുകയാണെന്ന് ഭയന്ന് ബസ്സിൽ നിന്നും ഗ്ലാസ് പൊട്ടിച്ച് പുറത്തേക്ക് ചാടിയ ആൾക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പുക ഉയർന്നത്. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് ബസ്സിൽ നിന്നാണ് പാറയമ്പാടത്തെത്തിയപ്പോൾ പുക ഉയർന്നത്. തുടർന്ന് ബസ് നിർത്തി യാത്രക്കാരെയെല്ലാം അതിവേഗം പുറത്തിറക്കിയ ശേഷം കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഓഫീസർ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ബസിന്റെ ഡീസൽ പൈപ്പിന്റെ തകരാർ താൽക്കാലികമായി പരിഹരിച്ചു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതക്കുരുക്കും അപകടങ്ങളും തുടർക്കഥയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പ്രധാന സെന്ററായ പന്നിത്തടത്ത് സിഗ്നൽ നിർമ്മാണം ആരംഭിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി സിഗ്നലുകളുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കരാർ കമ്പനിയായ കെൽട്രോണിനോട് സ്ഥലം സന്ദർശിച്ച MLA AC മൊയ്തീൻ നിർദ്ദേശിച്ചു. പൂർണ്ണമായും സോളാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സിഗ്നലുകളുടെ നിർമ്മാണവും മെയിന്റനൻസ് വർക്കും കെൽട്രോണിന് തന്നെയാണ് നൽകിയിട്ടുള്ളത്. 19,40,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പദ്ധതിയിൽ അക്കിക്കാവ് സെന്ററിലെ സിഗ്നൽ ലൈറ്റുകളും പ്രവർത്തനക്ഷമമാക്കും. 46 കോടി രൂപ ചെലവഴിച്ച് കിഫ്ബി പദ്ധതിയിൽ നിർമ്മിച്ച ബൈപ്പാസ് ഹൈവേയിലെ പന്നിത്തടം സെന്ററിൽ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാത കടന്നുപോകുന്നതിനാൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ MLA ഇടപെട്ട് എത്രയും പെട്ടെന്ന് സിഗ്നലുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. നിർമ്മാണം പൂർത്തീകരിച്ചാൽ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും ഒരു പരിധിവരെ അപകടങ്ങൾ നിയന്ത്രിക്കുവാനും സാധിക്കുമെന്ന് MLA പറഞ്ഞു. കെൽട്രോണിൻ്റെ നേതൃത്വത്തിലുള്ള ആ വർക്ക് ഇന്ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സുഗമമായ ഗതാഗതത്തിനുള്ള സിഗ്നൽ സംവിധാനമൊക്കെ ഉണ്ടാവും. അത് ഈ റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാനും സുരക്ഷിതമായ യാത്രയ്ക്കും വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്കുള്ള സിഗ്നൽ സംവിധാനവും ഇതിലുണ്ടാവും. അപ്പോൾ ഒരു ആധുനികമായ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി വരുന്ന ഒന്നാണിത്. അതിൻ്റെ പണി വളരെ പെട്ടെന്ന് തന്നെ തീർന്നു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് വീണ്ടും പൈപ്പ് പൊട്ടി. പടിഞ്ഞാറെ അങ്ങാടിയിൽ ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പൈപ്പ് പൊട്ടി റോഡ് തകർന്നത്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് പൈപ്പ് പൊട്ടിയിരുന്നു. അറ്റകുറ്റപ്പണി നടത്തി. റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ചത് 3 ദിവസം മുമ്പാണ്. പൊട്ടിയ പൈപ്പ് മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിക്കുന്നതോടെ വീണ്ടും ഗതാഗത തടസ്സമുണ്ടാകും. നിലവിൽ പഴഞ്ഞി അക്കിക്കാവ് റോഡിന് സമീപം പൈപ്പ് മാറ്റി സ്ഥാപിക്കലും റോഡ് നിർമ്മാണ പ്രവൃത്തികളും നടക്കുന്നതിനാൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കേരളോത്സവത്തിന്റെ വിപുലമായ നടത്തിപ്പിനായി കടവല്ലൂർ പഞ്ചായത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്തു. വെള്ളിയാഴ്ച മുതൽ ഓൺലൈൻ വഴി അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം തിങ്കളാഴ്ചയാണ്. ബുധനാഴ്ച മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. കേരളോത്സവത്തിൽ വിവിധ ഇടങ്ങളിലായി കലാകായിക മത്സരങ്ങൾ നടക്കും. ഇതിന്റെ വിപുലമായ നടത്തിപ്പിനായി പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ചെയർമാനും സെക്രട്ടറി KR രേഖ കൺവീനറുമായി സംഘാടക സമിതി കമ്മിറ്റി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, വിവിധ വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. UAE സർക്കാർ ഏർപ്പെടുത്തിയ ഗോൾഡൻ വിസയ്ക്ക് പുന്നൂർകുളം സ്വദേശിനിയായ വിദ്യാർത്ഥി അർഹയായി. പുന്നൂർകുളം തൃപ്പറ്റ് വകയിൽ ഉമ്മർ ഷാഹിനി ദമ്പതികളുടെ മകൾ മിൻഹ ഉമ്മറിനാണ് അംഗീകാരം ലഭിച്ചത്. ദുബായിൽ ഗൾഫ് മോഡൽ സ്കൂളിൽ നിന്നും +2 പരീക്ഷയിൽ കൊമേഴ്സ് വിഭാഗത്തിൽ 97% മാർക്ക് നേടി വിജയിച്ചതിനാണ് UAE സർക്കാർ ഗോൾഡൻ വിസ നൽകി മിൻഹയെ ആദരിച്ചത്. 10 വർഷക്കാലം ദുബായിൽ താമസിച്ചു പഠനം തുടരുവാനും ജോലി ചെയ്യുന്നതിനും കൂടി ഉപകാരപ്രദമായ റെസിഡൻസ് വിസയാണ് ലഭിച്ചിരിക്കുന്നത്. ഷാർജ സ്കൈലൈൻ യൂണിവേഴ്സിറ്റിയിൽ
ACCA കോഴ്സ് പൂർത്തീകരിച്ചു. UAE-യിൽ തന്നെ ജോലി തുടരാനാണ് ആഗ്രഹമെന്ന് മിൻഹ പറയുന്നു. CPIM അഖിലേന്ത്യാ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെ 1ാം ചരമദിനം ആചരിച്ചു. CPIM എയ്യാൽ ചിറ്റിലങ്ങാട് സൗത്ത് ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ പാർട്ടിയിലെ മുതിർന്ന അംഗം KN നായർ പതാക ഉയർത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊളനൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നേതാക്കളായ PA ഉണ്ണികൃഷ്ണൻ, KP സക്കീർ ഹുസൈൻ, AS മജീദ്, CK അച്യുതൻ, ഉഷ സുബ്രഹ്മണ്യൻ, ശൈലജ ഗണേഷ്, അമ്പിളി രവി എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണിയുടെ ഭാഗമായുള്ള ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. അഷ്ടമിരോഹിണി നാളിൽ ശ്രീകൃഷ്ണാവതാരം കഥ വരുന്ന രീതിയിലാണ് വർഷം തോറും നടത്തിവരുന്ന പാരായണം ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ എന്നിവർ യജ്ഞാചാര്യന്മാരെ ആചാര്യവരണം നടത്തി. തുടർന്ന് മഹാത്മ്യ പാരായണം നടന്നു. ദിവസവും രാവിലെ 5 മണി മുതൽ പാരായണം 11-നും ഉച്ചയ്ക്ക് 1 മണിക്കും പ്രഭാഷണവും ഉണ്ടാകും. അഷ്ടമിരോഹിണി ദിനമായ സെപ്റ്റംബർ 14 ഞായറാഴ്ച രാത്രി ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്യും. സെപ്റ്റംബർ 17-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് സപ്താഹയജ്ഞ സമർപ്പണം നടക്കും. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 10,200 രൂപ, പവന് 81,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 137 രൂപ. ചരമം കുന്നംകുളം കാണിപ്പയ്യൂർ പരേതനായ ചെറുവത്തൂർ ചേറപ്പൻ മകൻ ജോണി നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. LC ഭാര്യയും ജൂലി മകളുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.